ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എന്താ ചെറിയ വെണ്ടയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 10 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. ചെറുത് വലുതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതിയാവും. എന്നിട്ട് അതിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. വലുതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതി കേട്ടോ. ഇത് നല്ല ചെറുതായതുകൊണ്ടാണ് നമ്മളൊരു 10 എണ്ണത്തോളം എടുത്തത്. നല്ല ഇളമായിട്ടുള്ള ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക എടുക്കരുത് കേട്ടോ, ഇളം വെണ്ടയ്ക്ക എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ വയ്ക്കാം. ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരുപാടങ്ങ് എണ്ണ ഒഴിക്കേണ്ട. ഇനി അതിനകത്തേക്ക് നമ്മൾ എണ്ണ ചൂടാകുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാടിട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടണം, അത്രയേ ഉള്ളൂ. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഒന്ന് വാടി കഴിയുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. ആ സെയിം പാനിൽ തന്നെ നമുക്കിനി അതിനകത്തേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ്. ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഇത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം നമ്മൾ ആ വെണ്ടയ്ക്ക വഴറ്റിയ എണ്ണ തന്നെയാണ്. അപ്പോൾ ഇനി ഈ എണ്ണയിൽ ലൈറ്റായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഒരിത്തിരി എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കളറൊന്നും ചേഞ്ച് ആവേണ്ട, ജസ്റ്റ് ഒരു സെക്കൻഡ് അത്രയും മതിയാവും. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി അല്ലെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവോളയാണ്, മീഡിയം ടൈപ്പ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ഇങ്ങനെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ച് ലൂസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടങ്ങ് പോകണ്ട, എന്നാൽ അത്യാവശ്യം നന്നായി വാടും വേണം, ആ ഒരു പരുവം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് നല്ല കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് അളവ് കൂടണ്ട, ചെറിയൊരു കഷ്ണം മതിയാവും. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തോളൂ. ഇനി അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരട്ടെ. നല്ല പോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു. ഈ ഒരു പരുവം മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി, പച്ചമുളക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പച്ചമുളക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് പിന്നീട് മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും സ്വല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ ഒന്ന് വെന്ത് എല്ലാം ഒന്ന് ജോയിൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി ഇതെല്ലാം ഒന്ന് ജോയിൻ്റ് ആയി വരുമ്പോഴേക്കും നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, സിമ്പിളാണ്, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇനി ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ്. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തു, കട്ടയൊക്കെ ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 250 ml കപ്പിന് 1 കപ്പ് തൈരാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വരണം, അത്രയേ ഉള്ളൂ. ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നല്ല ലോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്.
ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഒരു പൊട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ തൈരൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട്, മധുരവും എല്ലാം കൂടെ ബാലൻസ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പൊട്ട് പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി കറിവേപ്പില കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാടിട്ട് ചൂടാക്കി തിളപ്പിച്ചൊന്നും എടുക്കരുത്. നല്ല ചൂടായി കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. തൈരാണ്. അപ്പോൾ നല്ല ലോയിൽ വെച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി തൈര്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ ഞാൻ നല്ല ലോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷെ തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആവും. അപ്പം ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത്തിരി കൂടി തിക്കാക്കേണ്ടുന്നവർക്ക് തിക്കാക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. ഇരിക്കുമ്പോൾ ഒരു സ്വല്പം കൂടി തിക്കാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു പൊട്ട് പഞ്ചസാര കൂടി ചേർക്കുക. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുക്കാനും സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവ് വേണ്ടുന്നവർക്ക് അത്യാവശ്യം നന്നായിട്ട് എരിവും കൂടി ഇടുക. പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവും കിട്ടും. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒഴിശ്ശേരിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പറയാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത്. ഒരു 2-3 വീഡിയോസൊക്കെ ആയിട്ട് അടുപ്പിച്ച് കാണാതിരുന്നു കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല. നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. 1-2 വീഡിയോസ് അടുപ്പിച്ച് കാണാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.